ഹായ് ഫ്രണ്ട്സ്. നമ്മൾ മാത്സിൻ്റെ 30 ഡേയ്സ് റിവിഷൻ സീരീസ് തുടങ്ങിയായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിന്ന്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് ആൻ എംപ്ലോയീസ് ഇൻകം ഈസ് 72,000, ദ എമൗണ്ട് സ്പെൻഡ് ഈസ് 40% ഹയർ ദാൻ ഹിസ് സേവിങ്സ്, ദെയർഫോർ ഹിസ് സേവിങ്സ് ഈസ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ അല്ലേ. പുള്ളിക്കാരൻ്റെ ഇൻകം തന്നിട്ടുണ്ടല്ലേ, 72,000. എന്നിട്ടൊരു കണ്ടീഷനും പറയുന്നുണ്ട്, ദ എമൗണ്ട് സ്പെൻഡ് ഈസ് 40% ഹയർ ദാൻ ഹിസ് സേവിങ്സ്. നമുക്കതിനെ റേഷ്യോ ആക്കി എഴുതാം. എമൗണ്ട് സ്പെൻഡ് എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ സേവിങ്സിൻ്റെ 40%-ത്തേക്കാൾ ഹയർ ആണെന്നാണ് പറയുന്നത്, കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം സപ്പോസ് 40% ഓഫ് സേവിങ്സ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിലോ, ഇവിടെ ഹയർ ദാൻ ദ സേവിങ് എന്നാണ് പറയുന്നത്. ഇപ്പം 40% എന്ന് പറയുമ്പോൾ 2/5 ആണ്, നമുക്കറിയാം. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഈസ് ടു സേവിങ്സ് എഴുതുമ്പോൾ സേവിങ്സ് 5 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ത് വന്നേനെ? 40% ഓഫ് സേവിങ്സ് എന്നാണ് തന്നിരുന്നെങ്കിൽ സേവിങ്സ് 5 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ 2 വന്നേനെ അല്ലേ, 2/5 ഓഫ് ദി സേവിങ്സ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഇവിടെ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, 40% ഹയർ ദാൻ സേവിങ്സ്. അപ്പോൾ അതെങ്ങനെ വരും? എക്സ്പെൻഡിച്ചർ ഈസ് ടു സേവിങ്സ് എഴുതുമ്പോൾ സേവിങ്സ് 5 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ ഈ 5ൻ്റെ കൂടെ ആരെയും കൂടെ കൂട്ടണം, 2 കൂടെ കൂട്ടി 7 വരും. അതാണ് ഈ ഹയർ ദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ലെസ് ദാൻ ആയിരുന്നെങ്കിലോ, 5ൻ്റെ കൂടെ 2 കൂടെ കുറച്ച് 3 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ എക്സ്പെൻഡിച്ചറും സേവിങ്സിൻ്റെ റേഷ്യോ ഉണ്ട് 7:5. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് ഈ എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈ 7 റേഷ്യോയും 5 റേഷ്യോയും കൂടെ കൂട്ടുന്ന 12 റേഷ്യോ ആണ് ആര്? നമ്മുടെ ഇൻകം. അത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടല്ലോ, 12 റേഷ്യോൻ്റെ വാല്യൂ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, 72,000. അപ്പോൾ അവിടുന്ന് 1 റേഷ്യോ എന്ത് വരും? 6,000 എന്ന് വരും. നമുക്ക് ചോദിച്ചിരിക്കുന്ന നേരെയാ, ദെയർഫോർ ഹിസ് സേവിങ്സ് എന്ന് പറയുമ്പം 5 റേഷ്യോ, 5 × 6 30,000 രൂപ. ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഹയർ ദാൻ എന്നുള്ളതൊന്നും ശ്രദ്ധിച്ചാൽ മതി. 40% ഹയർ ദാൻ സേവിങ്സ് നമ്മൾ അവിടുന്ന് റേഷ്യോ എഴുതുന്നു, അവിടുന്ന് 1 റേഷ്യോ കിട്ടി. നമുക്ക് ആരെയാണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ ആണോ? നോക്കാം. The average mark of boys and girls in an examination are 75 and 80. If the average mark of all students in that examination are 78, ratio of number of boys and girls. ഓക്കെ, ഇത് ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ. നമുക്ക് പക്ഷേ അലിഗേഷൻ ചെയ്തുകൂടെ? നമ്മൾ ഇന്നലെ ഒരു അലിഗേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. ഓക്കെ, നോക്കാം. ഇവിടെ ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്. ബോയ്സിൻ്റെ ആവറേജ് സ്കോർ എത്ര പറയുന്നത്? 75. ഗേൾസിൻ്റെ പറയുന്നത് 80. ഇനി ഇവരുടെ കമ്പൈൻഡ് ആവറേജ്, ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും കൂടെ കമ്പൈൻഡ് ആവറേജ് പറയുന്നുണ്ടല്ലോ. ആവറേജ് മാർക്ക് ഓഫ് ഓൾ സ്റ്റുഡൻസ് 78 അല്ലേ പറയുന്നത്? അലിഗേറ്റ് ചെയ്തു. എങ്ങനെയാ? വലുതും ചെറുത് 80 നിന്ന് 78 കുറയ്ക്കുമ്പോൾ 2. ഇവിടെ 78 നിന്ന് 75 കുറച്ചാൽ 3. ഓക്കെ, നമുക്ക് കിട്ടിയതും ഒരു സിംപ്ലിഫൈഡ് റേഷ്യോയിൽ തന്നെ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ബോയ്സ് ഈസ് ടു ഗേൾസ്, ആൻസർ വരുന്നത് 2:3. ഓപ്ഷൻ എ. പെട്ടെന്ന് കിട്ടിയില്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. എളുപ്പമാണ്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ, നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ നമുക്ക് എങ്ങനെ ചെയ്യുന്നത്? നമുക്ക് റേഷ്യോ മെത്തേഡും ചെയ്യാം, ട്രീ മെത്തേഡും ചെയ്യാം അല്ലേ. ഞാൻ ആദ്യം റേഷ്യോ മെത്തേഡ് പറയാം. ഓക്കെ, റേഷ്യോ മെത്തേഡ് പറഞ്ഞിട്ട് നമുക്ക് ട്രീ മെത്തേഡ് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം, കുഴപ്പമില്ല. ഇവിടെ പറയുന്നത് 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഫോർ എ പീരീഡ് ഓഫ് 3 years, 3 വർഷത്തേക്ക്. 20% പലിശ എങ്കിൽ 3 വർഷത്തിന് ശേഷം എത്ര രൂപയാവും? നമുക്ക് റേഷ്യോ മെത്തേഡ് നോക്കാം. 20 റേഷ്യോ മെത്തേഡിന് 20% അല്ലേ. 20% എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 1/5. അപ്പോൾ പ്രിൻസിപ്പൽ ഈസ് ടു എമൗണ്ട് എന്ത് വരും? 5 രൂപയാണ് പ്രിൻസിപ്പൾ എങ്കിൽ 1 രൂപ പലിശയും കൂടെ ചേർത്ത് 6 രൂപയാവും. 1/5 എന്ന് പറയുമ്പോൾ 5:6 എന്നാവും. അത് ഫോർ 1 year, ഒരു വർഷത്തേക്കല്ലേ. ഒരു വർഷത്തേക്ക് അപ്പോൾ 5 രൂപയാണ് പ്രിൻസിപ്പൾ എങ്കിൽ 6 രൂപയാവും എമൗണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എത്ര വർഷത്തിന് ശേഷമുള്ളതാണ്? 3 വർഷത്തിന് ശേഷമുള്ളതാണ്. അപ്പോൾ എങ്ങനെ എടുക്കണം? 3 വർഷത്തിന് ശേഷം ആകുമ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യനിൽ 5 എന്നുള്ളത് 5ൻ്റെ ക്യൂബ് 125 ആവും, 6 എന്നുള്ളത് 6ൻ്റെ ക്യൂബ് 216 ആവും. നമ്മൾ എന്തോ ചെയ്തേ? ആദ്യം നമ്മൾ പ്രിൻസിപ്പൽ ഈസ് ടു എമൗണ്ട് ഫോർ 1 year എഴുതി. 20% ആയിരുന്നു, അതുകൊണ്ട് 1/5 5 6 എന്ന് എഴുതാം നമുക്ക് പ്രിൻസിപ്പൽ ഈസ് ടു എമൗണ്ട്. പിന്നെ അത് 3 വർഷത്തേക്കായതുകൊണ്ട് അതിൻ്റെ ക്യൂബ് എടുത്ത്. ഇനി എന്തോ പറയുന്നത്? അപ്പോൾ നമുക്ക് ഈ കിട്ടിയ 125 ഇല്ലേ, ആ 125 റേഷ്യോ ആണ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ള 5,000 എന്ന് പറയുന്നത് ഈ 125 റേഷ്യോ അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എമൗണ്ട് ആഫ്റ്റർ 3 year. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 216 റേഷ്യോ ആണ്.
ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി 20% 1/5 5 6 3 വർഷത്തിന് ശേഷം 125 216 125 റേഷ്യോ ആണ് 5000. അപ്പോൾ അവിടുന്ന് 1 റേഷ്യോ എന്ത് വരും? 125 4 40 എന്ന് വരത്തില്ലേ? അപ്പോൾ 216 × 4 അവസാനം 4 വരണം. യെസ്, നമ്മുടെ ഓപ്ഷൻ എ. അല്ലെങ്കിൽ 216 4 ചെയ്യുമ്പോൾ 8640 വരും. നമുക്ക് റേഷ്യോ മെത്തേഡ് വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല ഈ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ട്രീ മെത്തേഡും കൂടെ പറയാം. ട്രീ മെത്തേഡ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? 5000 രൂപ 20% അല്ലേ? അപ്പോൾ ട്രീ മെത്തേഡ്. ഓക്കെ, നമ്മൾ 5000 രൂപ പ്രിൻസിപ്പളായിട്ട് എടുക്കുന്നു. 5000. ഇനി ആദ്യത്തെ വർഷം 5000ൻ്റെ 20% എത്ര വരും? 1000 വരും. 10% എന്ന് പറയുമ്പോൾ 500, 20% എന്ന് പറയുമ്പോൾ 1000. ഓക്കെ, അടുത്ത വർഷവും എന്ത് തന്നെ വരും? 1000 തന്നെ വരും. ഇനി മൂന്നാമത്തെ വർഷവും പ്രിൻസിപ്പിൾ 1000 തന്നെ വരും. ഇനി ഈ രണ്ടാമത്തെ വർഷം നോക്കിക്കേ. രണ്ടാമത്തെ വർഷം 5000ൻ്റെ 20% മാത്രമല്ലല്ലോ, ആദ്യത്തെ വർഷം നമുക്ക് കിട്ടിയ പലിശയുടെ 20% കൂടെ വരണം. അതല്ലേ ട്രീ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യത്തെ വർഷത്തെ പലിശയുടെയും കൂടെ 20% കൂടെ വരും. കാരണം ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ 3 വർഷം 20% മാത്രം എടുത്താൽ മതി. പക്ഷേ നമ്മൾ ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ വർഷത്തെയും കൂടെ 20% കൂടെ രണ്ടാമത്തെ വർഷം വരണം. അപ്പം 1000ൻ്റെ 20%, 10% 100, 20% ആകുമ്പോൾ 200 വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ വർഷം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ആദ്യത്തെ വർഷത്തെ ഇതിൻ്റെ 20% എടുക്കണം, ഇതിൻ്റെ 20% എടുക്കണം, ഇതിൻ്റെ 20% എടുക്കണം. മുമ്പ് കിടക്കുന്ന എല്ലാവരുടെയും 20% ഇവിടെ എടുത്തെഴുതണം. അതല്ലേ ട്രീ മെത്തേഡ്. ഓക്കെ, 1000ൻ്റെ 20% നമ്മളിവിടെ കണ്ടുപിടിച്ച് 200. പിന്നെ ഇതിൻ്റെയും 1000ൻ്റെ 20% വരുമ്പോൾ ഇവിടെ ഒരു 200 വരും. ഇനി നോക്കിക്കേ, ഈ 200ൻ്റെയും കൂടെ 20% വരത്തില്ലേ? അപ്പോൾ അത് 40 വരുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മുടെ 3 വർഷത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും വരും. ഇത് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് കുറച്ച് പാടായിട്ട് തോന്നും, പക്ഷേ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതി പോകാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതും അറിഞ്ഞിരിക്കണം. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ട്രീ മെത്തേഡാണ് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മളെന്തോ പറഞ്ഞത്? ആദ്യം നമ്മൾ 5000 എടുത്ത് അതിൻ്റെ ഓരോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈ മുകളിൽ എഴുതി വെച്ചേക്കുന്നത് 3 വർഷത്തെ 1000 വെച്ച് 3 തവണ കിട്ടും. പിന്നെ ഈ ഓരോ ഇൻട്രസ്റ്റുകളുടെയും കൂടെ 20% കൂടെ എടുത്ത് എഴുതി നമ്മൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്ര വരും? 1000 1000 3000. ഇവിടെ ഒരു 600 ഉണ്ട്, 3640. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3640. പക്ഷേ ചോദിച്ചിരിക്കുന്നത് ആരെയായിരുന്നു? എമൗണ്ടാണ്. അപ്പോൾ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ കൂടെ കൂട്ടണം. 5000ൻ്റെ കൂടെ 3640 കൂട്ടുമ്പോൾ 8640. അതല്ലേ നമ്മുടെ ആൻസർ വന്നത്. ഈ മെത്തേഡ് ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, യെസ്, ഈ ചോദ്യം എന്താ? ഇതേപോലൊരു ടൈപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലായിരുന്നോ? ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്യാം. അലിഗേഷൻ വെച്ച് തന്നെ ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പറയുന്നത് ഇൻ വാട്ട് റേഷ്യോ ഷുഗർ കോസ്റ്റിംഗ് 78 rupees per kilo is mixed with sugar costing 46 rupees per kilo such that is selling the mixture at 75 rupees per kilo there is a gain of 20%. ഓക്കെ, ഇവിടെ ഒരു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് റൈസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ ആദ്യത്തെ ഷുഗർ അതിൻ്റെ വില എത്ര? കോസ്റ്റ് പ്രൈസ് അല്ലേ പറയുന്നത്. കോസ്റ്റ് പ്രൈസ് 78 രൂപ. അടുത്ത ഷുഗറുണ്ട്, രണ്ടാമത്തെ ഷുഗറുണ്ട്, S2 എന്ന് കൊടുത്തോ. അതിൻ്റെ വില 46 രൂപ പെർ കിലോ. ഇനി ഇത് മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, മിക്സ് ചെയ്യുമ്പം ഇവിടെ CP എടുത്തെങ്കിൽ ഇവിടെ CP ആണെങ്കിൽ നടുക്കും CP തന്നെ എടുക്കണം. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് SP-ലാണ്. സെല്ലിംഗ് ദ മിക്സ്ചർ അറ്റ് 75 പെർ കിലോ എന്നാണ് പറയുന്നത്. ദെയർ ഈസ് എ ഗെയിൻ ഓഫ് 20%. അപ്പോൾ 20% എന്ന് പറയുമ്പോൾ 5 രൂപയുടെ സാധനം 6 രൂപയ്ക്ക് കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ 6 റേഷ്യോ ആണ് തന്നിരിക്കുന്നത് 75. അപ്പോൾ 1 റേഷ്യോ എത്ര വരും? 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 25 12.5 അല്ലേ? 12.5 എന്ന് വരും. അപ്പം 12 × 5 625 അല്ലേ? 62.5 അല്ലേ? 625. യെസ്. അപ്പോൾ നമ്മുടെ മിക്സ്ചറിൻ്റെ CP എന്താ വന്നത്? 62.5 വന്നത്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കുറയ്ക്കണം. 78 നിന്ന് 62 കുറയ്ക്കുമ്പം 15 എന്ന് വരും അല്ലേ? അതുപോലെ ഇവിടെ 62 നിന്ന് 46 കുറയ്ക്കണം. 46 കുറയ്ക്കുമ്പോൾ എത്ര വരും? 4 6.5 പിന്നെ 16 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇരട്ടി എടുത്ത് നോക്കുമ്പോൾ ഇവിടെ 33 വരും, ഇവിടെ 31 വരും. അപ്പോൾ 33:31 അതായിരിക്കും നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ ഇത്? ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അലിഗേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് ദ സം ഓഫ് 2 sides ഓഫ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഈസ് 16. ഓക്കെ, ഇത് നമുക്ക് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷേ കഴിഞ്ഞ CGLൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ,
ഇത്ര എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അത് നമുക്ക് നോക്കാം. ഇഫ് ദ സം ഓഫ് ടു സൈഡ്സ് ഓഫ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ. അപ്പോൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇക്വലേറ്റർ ട്രയാങ്കിൾ ഒന്നുമില്ല, 3 സൈഡും 3 ആംഗിളും ഈക്വലായിരിക്കും. 60 60 60, അതുപോലെ ഈ 3 സൈഡും തുല്യമായിരിക്കും. അതാണ് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ പറയുന്നത് അതിൻ്റെ 2 സൈഡിൻ്റെ തുക 16 എന്നാണ് പറയുന്നത്. അപ്പോൾ 2 സൈഡ് സെയിം ആണെങ്കിൽ, 3 സൈഡും സെയിം ആണെങ്കിൽ 2 സൈഡ് കൂടുമ്പോൾ 16 ആണെങ്കിൽ എന്ത് തന്നെ വരും? 8 8 തന്നെ വരണ്ടേ? അങ്ങനെയാണെങ്കിൽ തേർഡ് സൈഡ് എന്ത്? ഓൾറെഡി പറഞ്ഞ് നമ്മൾ 3 സൈഡും സെയിം ആണെന്ന്. അപ്പം മൂന്നാമത്തെ സൈഡ് എത്ര തന്നെ വരും? 8 തന്നെ വരും. ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംശയമൊന്നുമില്ലല്ലോ ഇതിനകത്ത്. ഓക്കെ, ഇതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രൊഫസ്റ്റ് CPയുടെ ക്വസ്റ്റ്യനാണ്. നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം. എ ഗ്രോസർ പ്രൊഫസസ് ടു സെൽ റൈസ് അറ്റ് CP ബട്ട് യൂസസ് എ ഫേക്ക് വെയ്റ്റ് ഓഫ് 870 gram ഫോർ 1 kg. ഫൈൻ ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, ഇവിടെ CPയും SPയും സെയിം ആണെന്നാണ് ക്വസ്റ്റ്യന് പറയുന്നത്. ഒരു കച്ചവടക്കാരൻ കൊടുക്കുന്ന റൈസ് വിൽക്കുന്നു, ആ വിൽക്കുന്നത് സെല്ലിന് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ്. സോ CP SPയും സെയിം ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ വിൽക്കുമ്പോൾ ബട്ട് യൂസസ് എ ഫേക്ക് വെയ്റ്റ് ഓഫ് 870 gram ഫോർ 1 kg. അതുകൊണ്ടാണ് തൂക്കത്തിൽ കള്ളം കാണിക്കുന്നതുകൊണ്ടാണ് പുള്ളിക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്. എങ്കിൽ എത്രയാണ് ആ പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 1000 ഒരു കിലോ എന്ന് പറയുന്നത് 1000 gram അല്ലേ. സോ 1000 gram കൊടുക്കേണ്ടടുത്ത് എത്രയേ കൊടുക്കുന്നുള്ളൂ? 870 gram കൊടുക്കുന്നുള്ളൂ. സോ എത്ര ഗ്രാമിൻ്റെ കള്ളത്തരമാണ് കാണിക്കുന്നത്? 130 ഗ്രാമിൻ്റെ അല്ലേ. അത്രയേ ഉള്ളൂ. 130 ഡിവൈഡഡ് ബൈ 870 × 100 ചെയ്താൽ മതി, നമുക്ക് ആൻസർ ആവും. സോ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ടൈപ്പ് ചെയ്യുമ്പോൾ ആ കച്ചവടക്കാരന് ചിലവായത് 870 ഗ്രാമിൻ്റെ പൈസയല്ലേ, പക്ഷേ പുള്ളിക്കാരന് 1000 ഗ്രാമിൻ്റെ പൈസ കിട്ടുന്നുമുണ്ട്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നമ്മൾ ഇനി ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും മുകളിൽ എടുക്കേണ്ടത് പുള്ളിക്ക് കിട്ടിയ പൈസയും താഴെ എടുക്കേണ്ടത് ചിലവായ പൈസയും ആ ഒരു കൺസെപ്റ്റിൽ എടുക്കണം. ഇവിടെ 1 കിലോയ്ക്ക് പകരം 870 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, പുള്ളിക്ക് ചിലവാകുന്നത് 870 ഗ്രാമിൻ്റെ പൈസയല്ലേ ഉള്ളൂ. പക്ഷെ കള്ളം കാണിക്കുന്നുണ്ട്. അയാൾ വിൽക്കുമ്പോൾ അയാൾക്ക് എത്ര ഗ്രാമിൻ്റെ പൈസ കിട്ടുന്നുണ്ട്? 1000 ഗ്രാമിൻ്റെ പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കിട്ടിയ പൈസ മുകളിലും എഴുതണം, ചിലവായ പൈസ താഴെ എഴുതണം. ആ ഒരു കൺസെപ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ആൻസർ എന്ത് വരും? 130/870 × 100. സോ 1300/87 അല്ലേ. 1300/87, ഒരു 87, പിന്നെ ബാക്കി 13, 43, 430 വരും. 5 വരുമോ? 87 5 435 പോകും. അപ്പം 14 പോയിൻറ്റ് സംതിങ്. നമ്മുടെ ഓപ്ഷൻ ബി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും ആലോചിക്കേണ്ടത് മുകളിൽ എഴുതേണ്ടത് പുള്ളിക്ക് കിട്ടിയത്, താഴെ എഴുതേണ്ടത് പുള്ളിക്ക് ചിലവായത്. ഓക്കെ, ചിലവായത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ചെയ്യും, അന്നേരം ഇതങ്ങ് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇതാ പറയുന്നത്. In a company, the number of engineers doubles itself every 2 years. In how many time will the number of engineers become 1024 times of its original number? അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പുകൾക്കെല്ലാം ഒരു രീതിയുണ്ട്. അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞുതരാം. നമ്പർ ഓഫ് എൻജിനീയേഴ്സ് ഡബിൾ ആവുന്നു എന്ന് പറയുന്നു ഇൻ എവറി 2 year. ഓക്കെ, ഡബിളായി 2 വർഷം. ഇനി പറയുന്നത് എത്ര വർഷം കൊണ്ട് എൻജിനീയേഴ്സ് 1024 ടൈംസ് ആവുന്നു. സോ ടൈംസ് ഇവിടെ എഴുതിയത് നമ്മൾ 2 ടൈംസ് ആയി എത്ര വർഷം? ഓക്കെ, ഒരു ഇങ്ങനെ പറഞ്ഞുതരാം. യെസ്, ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. ഇതൊരു ടൈപ്പ് ഉണ്ട്. ഇതിങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് നോക്കാം. ഇൻ എ കമ്പനി ദ നമ്പർ ഓഫ് എൻജിനീയേഴ്സ് ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ എവറി 2 years. ഓരോ 2 വർഷം കൂടുമ്പോഴും എത്രയാവുമെന്നാണ് പറയുന്നത്? 2 times ആവും. ഡബിൾസ് ആവും അല്ലേ. അപ്പോൾ ടൈംസ് എത്ര ടൈം ആവും? 2 ടൈംസ് ആവും. എത്ര വർഷം കൊണ്ട്? 2 വർഷം കൊണ്ട്. സോ ആദ്യത്തെ കണ്ടീഷന് പറയുന്നത് എൻജിനീയേഴ്സിൻ്റെ എണ്ണം ഡബിൾ ആവുന്നു ഫോർ എവറി 2 year. അപ്പോൾ 2 വർഷം കൂടുമ്പം 2 ടൈംസ് ആവുമെന്ന് പറയുന്നു. ഇനി ചോദിച്ചിരിക്കുന്നത് ഇൻ ഹൗ മെനി ടൈം, എത്ര വർഷം കൊണ്ട് ദ എൻജിനീയേഴ്സ് ബിക്കേം 1024 ടൈംസ് അല്ലേ. 2 ടൈം ആയത് 2 വർഷം കൊണ്ട്, എങ്കിൽ 1024 ടൈം ആയത് എത്ര വർഷം കൊണ്ടെന്നല്ലേ ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പിലും ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ 1024 ആണ്, ഇവിടെ 2 ആണ്. നമ്മൾ ഈ തന്നിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടവൻ്റെ കൂടെ കിടക്കുന്ന ടൈംസിനെ നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന നമുക്ക് 2 ടൈമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പവറായിട്ട് എഴുതണം. ഇപ്പോൾ 2ൻ്റെ പവറായിട്ട് നമുക്ക് 1024 എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം 2 raised to 10 ആണ്
1024 അല്ലേ, 2^10 ആണ് 1024. അപ്പം നമുക്ക് 1024 2^10 എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇവിടെ 3 ടൈംസ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ താഴെ എഴുതേണ്ടതും 3യുടെ ഒരു പവറായിട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, മനസ്സിലായോ? നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ ഇവിടെ 2 ടൈംസ് 2 വർഷം എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ആ ടൈംസ് തന്നിട്ടുള്ള ടൈംസിനെ നമ്മൾ ആ 2ൻ്റെ പവർ എഴുതി. ഇനി ഇവിടെ വരുന്ന ആൻസർ എന്താണെന്നറിയോ? ഈ 2ഉം 10ഉം കൂടെ ഗുണിച്ചാൽ മതി. ഇപ്പോൾ 20 ആയിരിക്കും നമ്മുടെ ആൻസർ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കി തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ 2^10, അപ്പോൾ 10 വന്നത്. ആ 10നെ മുകളിലത്തെ വർഷം 2 വർഷം, അതുകൊണ്ട് ഗുണിച്ചാൽ 20 എന്ന ആൻസർ കിട്ടും. ഓക്കെ. ഇപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയാനാണെങ്കിൽ 3 വർഷത്തിന് നമുക്ക് നോക്കാം. ഇപ്പോൾ 3 ടൈംസ് ആയത് 5 ഇയേഴ്സ് കൊണ്ടാണെന്ന് പറയുന്നു. അതുപോലെ 27 ടൈംസ് ആയത് എത്ര വർഷം കൊണ്ടാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഞാൻ 27നെ നമ്മൾ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? ഈ 3യുടെ പവറായിട്ട് എഴുതണം. 3^3 അല്ലേ 27. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഈ 5ഉം ഈ 3യും കൂടെ ഗുണിച്ചാൽ മതി. പവറും പിന്നെ മുന്നത്തെ വർഷം കൂടെ ഗുണിച്ചാൽ മതി. അപ്പോൾ 15 വർഷം കൊണ്ടായിരിക്കും 27 ടൈംസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ടൈം വർക്കിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. സൂസൻ ക്യാൻ ടൈപ്പ് 12 pages in 6 minutes. സോ 6 മിനിറ്റ് കൊണ്ട് സൂസന് 12 പേജ് ടൈപ്പ് ചെയ്യാൻ പറ്റും. മേരി ക്യാൻ ടൈപ്പ് 6 pages in 12 minutes. സോ 12 മിനിറ്റ് കൊണ്ട് ഇത് സൂസൺ, ഇത് മേരിക്ക് എത്ര പേജ് ടൈപ്പ് ചെയ്യാൻ പറ്റും? 12 മിനിറ്റ് കൊണ്ട് മേരിക്ക് 6 പേജ് ടൈപ്പ് ചെയ്യാൻ പറ്റും. എങ്കിൽ ഹൗ മെനി പേജസ് ദേ ക്യാൻ ടൈപ്പ് ഇൻ 32 minutes. ഓക്കെ, 2 പേർക്കും കൂടെ 32 മിനിറ്റ് കൊണ്ട് എത്ര പേജ് ടൈപ്പ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 2 ഞാൻ ഒരേ സമയമാക്കാൻ പോവാം. അപ്പോൾ സൂസൺ 1 മിനിറ്റ് ആക്കാം നമുക്ക് 2 പേർക്കും. 1 മിനിറ്റ് കൊണ്ട് എത്ര ടൈപ്പ് ചെയ്യാൻ പറ്റും? സൂസന് 2 പേജ് പറ്റും അല്ലേ? 6 മിനിറ്റ് കൊണ്ട് 12 ആണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 12/6 2 പേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ മേരിക്ക് 1 മിനിറ്റ് കൊണ്ട് അര പേജല്ല ചെയ്യാൻ പറ്റും. 6/12 അര പേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി 2 പേരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ, നമ്മൾ ടൈം വർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. 2 പേരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് അല്ലേ, 2 പേരും കൂടെ സൂസണും മേരിയും കൂടെ വരുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് എത്ര പേജ് തീരും? ഒരാൾ 2 പേജായിരുന്നു തീർക്കുന്നത്, അടുത്ത ആളുടെ എഫിഷ്യൻസി അര പേജാണെങ്കിൽ 2.5 പേജ് തീരത്തില്ലേ 2 പേരും കൂടെ ഒരുമിച്ച് വരുമ്പം 1 മിനിറ്റ് കൊണ്ട്? അങ്ങനെ 1 മിനിറ്റ് കൊണ്ട് 2 പേരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ 2.5 പേജ് തീരും. എങ്കിൽ നമുക്ക് എത്ര മിനിറ്റ് പണിയെടുക്കണമെന്ന് അവർ പറയുന്നത്? 2 പേരും കൂടെ 32 മിനിറ്റ്. അങ്ങനെ 32 മിനിറ്റ് എന്ന് പറയുമ്പോൾ 32 × 2.5 എത്ര വരും? 64 16 80 അല്ലേ നമ്മുടെ ആൻസർ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഓക്കെ, ആദ്യം നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് നമ്മൾ 1 മിനിറ്റിൽ അവരെത്ര വർക്ക് ചെയ്യുന്നെന്ന് നോക്കി, എന്നിട്ട് അവർ 2 പേരും ഒരുമിച്ച് വരുമ്പോൾ 2.5 പേജ് തീരുമെന്നെടുത്ത്, എന്നിട്ട് എത്ര സമയമാണോ ചോദിച്ചിരിക്കുന്നത് ആ സമയം × 2.5. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്യൂബ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഗിവൺ നാച്ചുറൽ നമ്പർ. സോ 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസിൻ്റെ ക്യൂബ്. ഓക്കെ, ഡിഫറൻസിൻ്റെ ക്യൂബ് ശ്രദ്ധിച്ചോണം. അത് തന്നിട്ടുണ്ട് 1728. അതിൽ ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് 108. ഫൈൻഡ് ദി പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്യൂബ്സ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് ഇപ്പോൾ എക്സും വൈ എന്ന് പറഞ്ഞ 2 നമ്പർ ഉണ്ടെങ്കിൽ ആ 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് എക്സ് × വൈ, അതിൻ്റെ പ്രോഡക്റ്റ് 108 എന്ന് പറയുന്നുണ്ട് അല്ലേ? അതുപോലെ ഡിഫറൻസിൻ്റെ ക്യൂബ്, ആ എക്സും വൈയും കൂടെ കുറച്ചിട്ട് അതിൻ്റെ ക്യൂബ് എടുക്കുമ്പം 1728 വരുമെന്നും പറയുന്നുണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്യൂബ് ഓഫ് ദീസ് നമ്പർ. അപ്പോൾ ഈ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് എത്ര വരുമെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? എക്സ് എന്നും വൈ എന്ന് പറയുന്ന 2 നാച്ചുറൽ നമ്പറുണ്ട്, അതിൻ്റെ പ്രോഡക്റ്റ് 108 എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആ 2 നമ്പേഴ്സ് കുറച്ചിട്ട് ക്യൂബ് എടുക്കുമ്പം 1728 വരുമെന്നും പറയുന്നുണ്ട്. എങ്കിൽ ആ 2 നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ ഡിഫറൻസ് എത്ര വരും? ഓക്കെ, ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പം നമുക്ക് ആ വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടുണ്ട് 1728 ആരുടെ ക്യൂബാണ്? 12ൻ്റെ ക്യൂബല്ലേ. അപ്പോൾ ആ 2 നമ്പർ കുറയ്ക്കുമ്പോൾ 12 അല്ലേ വരേണ്ടത്? അവിടെ നമുക്ക് ഡയറക്റ്റ് ആ 2 നമ്പർ കുറയ്ക്കുമ്പോൾ 12 വരേണ്ടതെന്ന് കിട്ടും. അതുപോലെ അതിൻ്റെ പ്രോഡക്റ്റ് അവന്മാർ തന്നിട്ടുണ്ട് 108. അപ്പോൾ ഏതോ 2 സംഖ്യ ഗുണിക്കുമ്പോൾ 108 വരും, ആ 2 സംഖ്യ കുറയ്ക്കുമ്പോൾ 12 വരും. നമുക്ക് ഈ കുറയ്ക്കുന്നത് വെച്ച് ഗുണിക്കുന്നത് വെച്ച് കണ്ടുപിടിക്കാം. 2 സംഖ്യയുടെ പ്രോഡക്റ്റ് 108 വരണമെങ്കിൽ 12 9 108 വരുന്നത്. അടുത്ത ഏതുണ്ട്? 6 18 അല്ലേ? 18 കറക്റ്റ് വന്നല്ലോ. 6 × 18 108. അതുപോലെ ഇവ കുറയ്ക്കുമ്പോഴും ഏത് തന്നെ വരുന്നത്? 12 തന്നെ വരുന്നത്. നമ്മുടെ സംഖ്യ 18 6 കിട്ടിക്കഴിഞ്ഞ് എക്സിൻ്റെ വാല്യൂ 18 വൈയുടെ വാല്യൂ 6.
ഇനി ചോദിച്ചിരിക്കുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ്. 18ൻ്റെ ക്യൂബ് മൈനസ് 6ൻ്റെ ക്യൂബ്. 18ൻ്റെ ക്യൂബ് എത്ര വരുന്നത്? 18ൻ്റെ ക്യൂബ് 58 32 അല്ലേ? 58 32. 6ൻ്റെ ക്യൂബ് 216. സോ 58 32 216 കുറയ്ക്കുമ്പോൾ 5616. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ നമുക്ക്? അത് നമ്മൾ ആദ്യം ഈ ക്യൂബ് വെച്ചിട്ട് എക്സ് മൈനസ് വൈയുടെ വാല്യൂ 12 വരുമെന്ന് നോക്കി, എക്സ് വൈയുടെ വാല്യൂ 108 വരുമെന്ന് നോക്കി. ജസ്റ്റ് നമ്മൾ ആ വാല്യൂ ഇട്ട് കൊടുത്ത്. ചില ക്വസ്റ്റ്യൻസൊക്കെ ഇതുപോലെ നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ ഇന്ന് ഇത്രയും മതി അല്ലേ? നമുക്ക് നാളെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.